ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ വഴക്ക് പറയാണ് ആര്യനെ. എൻ്റെ ഇഷ്ടത്തിന് നീ അവളെ പഠിപ്പിച്ചാൽ മതി, പിന്നെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ ഇങ്ങനെ അനുസരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട്, ഇഷ്ടങ്ങളൊക്കെ അവരവരുടേതല്ലേ അച്ഛാ, അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. അവളുടെ കുട്ടിക്കാലം മുതലുള്ള സ്വപ്നമാണ് അവൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. വേറെ ആർക്കെങ്കിലും വേണ്ടി അവൾ അവളുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ എനിക്കിഷ്ടമല്ല അവൾ പോലീസുകാരിയാവുന്നത്, IPS കാര്യമാവുന്നതും എനിക്കിഷ്ടമല്ല എന്ന് പറയാട്ടോ. അപ്പോൾ IAS ആവാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അവൾ നടത്തിയെടുക്കണം അച്ഛാ. അതിനൊക്കെ അതുപോലെ തന്നെ അവളുടെ സ്വപ്നം അതല്ല, അവളുടെ സ്വപ്നം ഒരു പോലീസ് ആവാനാണെന്ന് പറയുമ്പോൾ പിന്നെയും എന്തിനാ, ഞാൻ അവളുടെ ഏത് സ്വപ്നത്തിനും അങ്ങറ്റം വരെ ഞാൻ പോകാൻ തയ്യാറാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കില്ല എന്ന് ബാലൻ പറയാട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എടാ നിനക്ക് അവളെ പോലീസുകാരിയും അതിലും ഉയർന്ന സ്ഥാനത്ത് നിനക്ക് എത്തിക്കാൻ കഴിയുമോ? അതിനുള്ള ചുണ നിനക്കുണ്ടോ? അതായത് ഒരു IAS ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു IPS കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുമ്പോൾ ആര്യം പറഞ്ഞിട്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, മിത്രയെ ഞാനൊരു IPS കാരി ആക്കിയിരിക്കും. പറ്റും, പിന്നെ നിന്നെക്കൊണ്ട് ഒരുപാട് സാധിക്കും. നിന്നെ അടുത്ത് ഞാൻ പഠിക്കാൻ പറഞ്ഞൊരു IAS കാരനാവാൻ പറഞ്ഞിട്ട് നിന്നെക്കൊണ്ട് സാധിച്ചില്ല. അതേ അച്ഛാ, എന്നെക്കൊണ്ട് പറ്റിയില്ല, പക്ഷേ അവളെ കൊണ്ട് ഞാനൊരു IPS കാരി എടുപ്പിക്കും. അതിനെനിക്ക് സാധിക്കും. അതിനി ഏതറ്റം വരെ പോകണമെങ്കിലും ഞാൻ പോയിരിക്കും. എടാ, വാ കൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവർത്തിച്ച് കാണിക്കണം. പ്രവർത്തിച്ച് കാണിക്കും, നോക്കിക്കോ. ഞാനിത് അച്ഛന് തരുന്ന ഉറപ്പാണ്. മിത്രയും ഞാൻ IPS കാരി തന്നെ ആയിരിക്കും. പോലീസിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ട് ഞാൻ മാറ്റിയിരിക്കും. അവളെ ഞാൻ അതിനു വേണ്ടി പഠിപ്പിക്കും. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാണ് ഞാൻ തയ്യാറാണെന്നൊക്കെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ അവിടെ മാറി നിന്ന് നമ്മുടെ മീനാക്ഷിയും ദേവിയൊക്കെ അഭിമാനം കൊണ്ട് നോക്കി നിൽക്കാട്ടോ. ആര്യൻ ഇത്ര കോൺഫിഡൻസോടെ മിത്രയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് മെറിയിലേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും മിത്രയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല, കള്ളം പറഞ്ഞു പോയതും അത് പിടിക്കപ്പെട്ടതുമൊക്കെ. അപ്പോൾ ആര്യൻ ആ വിഷമം മാറ്റാൻ വേണ്ടി അവിടെ ഒരു ബുക്ക് ഇരുന്ന് അതിനൊരു പേപ്പർ വലിച്ചു കയറി പ്ലെയിൻ ഉണ്ടാക്കിയിട്ട് നേരെ മിത്രയുടെ ദേഹത്തേക്ക് വലിച്ചെറിയുക കേട്ടോ. മിത്രയ്ക്ക് അതൊന്നും കണ്ടിട്ട് ചിരിയൊന്നും വരുന്നില്ല. എന്നിട്ട് ആര്യൻ ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ഒന്നും വേണ്ടായിരുന്നു ആര്യ. കള്ളം പറഞ്ഞ് പോകണ്ടായിരുന്നു, അങ്കിൾ പിടിച്ചു. ഈശ്വര, അതാ പോരാഞ്ഞിട്ട് പോയതും പോയി, അവിടെ ഇറങ്ങി ഓടുകയും ചെയ്തു. ഓടുകയും വേണ്ടായിരുന്നു. എന്തൊക്കെയാ എല്ലാം അറിഞ്ഞല്ലോ ഒന്നും വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നീ അതൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട. അങ്ങനെ നമ്മൾക്കത് റിസ്ക് എടുത്ത് പോയത് കൊണ്ടല്ലേ നിനക്ക് എക്സാം എഴുതാൻ പറ്റിയത്. അതൊക്കെ ശരി തന്നെയാണ്. നിൻ്റെ സ്വപ്നം ഇനി എന്തൊക്കെ തന്നെയാലും ഞാനത് സാക്ഷാത്കരിച്ച് തരും. അച്ഛന് ഞാൻ വാക്ക് കൊടുത്താണ് നിന്നെ ഒരു IPS കാര്യമാക്കുമെന്ന്. അത് നീ സാധിച്ചു തരണേ മിത്രയെന്ന് പറയാട്ടോ. അപ്പം മിത്ര പറയുന്നുണ്ട്, അങ്കിളിന് ആര്യനും ഒരു IAS കാരനാവാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചില്ലേ? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അത് നടന്നില്ലെങ്കിലും ഇതെങ്കിലും നടക്കണ്ടേ? ആര്യൻ ശരിക്കും പറഞ്ഞാൽ ആര്യൻ എൻ്റെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ആര്യൻ കണ്ടുപിടിച്ച് എനിക്കതൊക്കെ നടത്തി തരാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ ആര്യൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ കുട്ടിക്കാലത്ത്? പിന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാലേ നീ അതൊക്കെ സാധിച്ചു തരുമോ? പിന്നെന്താ, എനിക്ക് സപ്പോർട്ട് തരുന്നതല്ലേ തിരിച്ച് ഞാനും സപ്പോർട്ട് തരില്ലേ? എന്നാൽ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ എന്നെ ഒരു IAS കാരനാക്കാനാണെങ്കിലും, പക്ഷേ എൻ്റെ ആഗ്രഹം അതൊന്നുമല്ല. പിന്നെ എന്തായിരുന്നു ചോദിക്കാട്ടോ. അപ്പോഴാണ് ഇവിടെ ആര്യം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് മിത്രയെന്ന് പറയാട്ടോ. അതെന്താ കാണിച്ച്? അങ്ങനെ ആ ഒരു ബുക്ക് എടുത്ത് ആര്യൻ മിത്രയുടെ കൈ കൊടുക്കാട്ടോ. മിത്ര അത് വായിച്ചിട്ട് ചോദിക്കുന്നു, ഇതെന്താ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അല്ലേ? അതെ, എനിക്ക് കുട്ടിക്കാലം മുതലേ കൈതപ്രത്തിൻ്റെയും ചിത്രചേച്ചിയുടെയും ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കേൾക്കാനും സംഗീതം ചെയ്യാനും ഒക്കെ അടി എനിക്കിഷ്ടം. എനിക്ക് അതാണിഷ്ടം. അത് ശരി, അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണമെന്നാണല്ലേ ആര്യൻ്റെ ആഗ്രഹം? ശരി, അപ്പോൾ ഞാൻ ഈ ആഗ്രഹം സാധിച്ചു തരും. എങ്ങനെ സാധിക്കുന്ന? അതൊക്കെയുണ്ട് ആര്യൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരും. നല്ലൊരു വലിയ മ്യൂസിക് ഡയറക്ടറായിട്ട് മാറട്ടെ ആര്യൻ. അതിനു വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും ഞാൻ ഇന്നും മുതൽ തുടങ്ങും, നോക്കിക്കോ. അങ്ങനെ ആര്യൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് മിത്ര മുന്നോട്ട് ഇറങ്ങാട്ടോ. ആ സമയത്ത് മീനാക്ഷി പുറത്തുനിന്ന് വിളിക്കുകയാണ് മിത്രയെന്ന്. ആര്യ പുറത്തേ മീനാക്ഷി ചേച്ചി വിളിക്കുന്ന ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവിയും മീനാക്ഷിയും കൂടെ ശരിക്കും എടുത്തിട്ട് വാരുന്നുണ്ട് കേട്ടോ നമ്മൾ മിത്രേനെ. എന്നാലും ഇടി കള്ളി, നീയൊക്കെ രണ്ടും കൂടെ ഞങ്ങളോടൊരു വാക്ക് പറയാതെ പറഞ്ഞ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോയതല്ലേ, എന്നിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു കള്ളത്തരം? കൊള്ളാം. എന്തായാലും എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ, നന്നായിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ വിശേഷം ചോദിക്കാം കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല, എന്നാലും നിനക്ക് വേണ്ടി ആരും ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ, അതൊരു വലിയ കാര്യം തന്നെയല്ലേ? അത് തന്നെ. അപ്പോൾ മീനാക്ഷി പറയാം, എന്നും രാവിലെ പ്രാക്ടീസിന് പോയിക്കൊണ്ടിരുന്നത് ഇതിനൊക്കെ തന്നെ ആയിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? പ്രാക്ടീസിന് പോവേ? ആരും ഇത്രയും ആര്യനെയോ? അതെങ്ങനെ മീനാക്ഷിക്കറിയാം? മീനാക്ഷി ചേച്ചിയെ ഞങ്ങൾ പോകുമ്പോൾ ഡോറ് തുറന്നു തരണേ. അത് ശരി, അപ്പം നിങ്ങളെല്ലാവരും കൂടെ എല്ലാം അറിഞ്ഞിട്ടല്ലേ ഒറ്റക്കെട്ടായിട്ട് എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തി. എന്നിട്ട് പറയുന്നതോ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം ഒളിച്ചു വെച്ചിട്ടും എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? മിണ്ടണ്ട എന്നും പറഞ്ഞ് ദേവി പിണങ്ങി മാറി നിൽക്കും കേട്ടോ. അപ്പോഴാണ്
പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, ചേട്ടത്തി ഇപ്പോൾ ഇണങ്ങരുതേ, അത് ഞാൻ പറയാതെ എന്താണെന്ന് വെച്ചാൽ അത് മിത്ര പറഞ്ഞിട്ടാ. ആണോടി മിത്രേ, നിനക്ക് എങ്ങനെ തോന്നിയടി അങ്ങനെ പറയാം? അത് ആര്യം പറഞ്ഞിട്ടാ. ആര്യം പറഞ്ഞോ എന്നോട് പറയണ്ടെന്ന്? അത് വേറൊന്നുമല്ല, അത് പിന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ കാര്യം നടന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ് പറയണ്ടെന്ന് വെച്ചത്. പിന്നീട് പറയാമെന്ന് വെച്ചു. അതൊക്കെ പോട്ടെ, ദേവി എടുത്തിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അപ്പോഴും ദേവിയുടെ മുഖം അങ്ങ് മങ്ങിപ്പോയി കേട്ടോ. എൻ്റെ ജോലി എങ്ങനെയുണ്ട്? ടെൻഷനൊക്കെ കുറവുണ്ടോ? ടെൻഷൻ എല്ലാം നാളത്തോടെ ഞാൻ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട്. എല്ലാ ടെൻഷനും നാളെ തീരുവേ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? അതൊക്കെ ഞാൻ നാളെ പറയാം എന്ന് ദേവി പറയട്ടെ. ഹോട്ടൽ ജോലി എന്തായാലും അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് തിരിച്ച് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജോലി സ്ഥലത്ത്? അപ്പോഴാണ് മീനാക്ഷി ഉടനെ പറയാം, എനിക്ക് നല്ലൊരു പാര വരുന്നുണ്ട്, എനിക്കെതിരെ ഒരു പരാതി പോയിട്ടുണ്ട്. ആണോ? എന്ത് പരാതി? ആരാ കൊടുത്തത്? അപ്പോൾ മീനാക്ഷി തോന്നും താലി തന്നെ എടുത്ത് പൊക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഭർത്താവാണെന്ന്. ആര്? ചേട്ടനോ? അതെ, ആകാശ് തന്നെയാണ് എനിക്കെതിരെ പരാതി കൊടുത്തത്, എന്നെ അവിടുന്ന് മാറ്റണമെന്ന്. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നാലും ആകാശ് ഇങ്ങനെ ചെയ്തത് ശരിയാണോ? കുഴപ്പമില്ല, വരട്ടെ. എന്തൊക്കെയായാലും അതൊരു തെറ്റായിട്ടുള്ള പരാതിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതിനെല്ലാം മറുമരുന്ന് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, ഞാൻ തന്നെ അതൊക്കെ പരിഹരിച്ചോളാം എന്ന് മീനാക്ഷി പറയാട്ടോ. അത് കഴിഞ്ഞ് ആര്യനെ മാറ്റി നിർത്തിയിട്ട് ആനന്ദും ധർമ്മനും കൂടെ വഴക്കൊടുക്കും കേട്ടോ. എടാ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അച്ഛനെ ധിക്കരിച്ചാണോ നീ ഓരോന്നും പറയുന്നത്? അച്ഛന് താല്പര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് കള്ളം പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിട്ട് എന്തൊക്കെ പണിയാണ് നിങ്ങൾ ഒപ്പിച്ച് വെച്ചത്? അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അച്ഛൻ കുറ്റക്കാരെ. എൻ്റെ ഏട്ടാ, നിങ്ങളിങ്ങനെ എന്നെ കിടന്ന് വഴക്ക് പറയാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിത്രയ്ക്ക് അവളുടെ ആഗ്രഹമല്ലേ സാധിച്ചെടുക്കേണ്ടത്, അതോ മറ്റുള്ളവർ പറയുന്നത് അവളെ ദേഹത്ത് അടിച്ചേൽപ്പിക്കുകയാണോ വേണ്ടത്? പറ, നമുക്ക് എന്ത് ആഗ്രഹം, നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പം അച്ഛന് ആഗ്രഹമുള്ളത് അവൾക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? എന്തൊക്കെ? അപ്പോൾ ധർമ്മനും സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ, അത് ശരിയാണ്. എന്നാലും ആര്യ, നീ കാണിച്ച് ശരിയായില്ല. ഒന്നുമില്ല, ഏട്ടൻ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഏട്ടന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഏട്ടനോട് അടിച്ചേൽപ്പിച്ചാൽ ഏട്ടൻ ചെയ്യുമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെ പക്ഷേ മിത്രയ്ക്ക് ഒരു പോലീസുകാരി ആവണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാനത് സാധിച്ചു കൊടുക്കും. അതിൽ ഉയർന്ന IPS എടുക്കാനാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, അതും ഞാൻ സാധിച്ചു കൊടുക്കും. അതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടാനും തയ്യാറാണ്. ഇപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം എന്താ? IPS എടുക്കണമെന്നല്ലേ മിത്ര? അത് ഞാൻ സാധിച്ചു കൊടുത്താൽ പോരെ ഏട്ടാ എന്നിങ്ങനെ പറയാട്ടെ. എപ്പിസോഡൊക്കെ തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.